യൂഷ്വലി നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ വളരെയധികം കോൺഷ്യസ് ആണ് എങ്ങനെയാണ് ഒരു പക്കാ ടോണ്ട് മേക്കപ്പ് ചെയ്യേണ്ടതെന്ന്. ബട്ട് അറ്റ് ദി സെയിം ടൈം മേക്കപ്പ് റിമൂവലിൻ്റെ കാര്യത്തിൽ നമ്മളധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ബട്ട് ടു ബി വെരി ഓണസ്റ്റ്, മേക്കപ്പ് റിമൂവലിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബിക്കോസ് ഇറ്റ് റിയലി അഫക്ട്സ് അവർ സ്കിൻ. നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എങ്കിൽ. അതുകൊണ്ട് തന്നെ ടുഡേ ഐം ഗോണ പ്രസന്റ് എ ഡിഫറെൻറ്റ് സെഷൻ ഓഫ് എ ഷോ വെയർ യു കെൻ സീ ദ ബ്യൂട്ടിഫുൾ മേക്കപ്പ് റിമൂവൽ. വാച്ച് ഔട്ട്. Hello everyone, Lakshmi here. Welcome back to yet another episode of Pennalagu. ഇന്നത്തെ ബ്യൂട്ടി സെഗ്മെൻറ്റിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെയാണ് മേക്കപ്പ് ഇഫക്റ്റീവ്ലി രാത്രി റിമൂവ് ചെയ്യേണ്ടതെന്നുള്ള എപ്പിസോഡാണ് ഇന്ന്. പലർക്കും മേക്കപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതെൻ്റെ സ്കിന്നിന് ഡാമേജ് ചെയ്യോ, കറക്റ്റായിട്ട് എങ്ങനെയാണ് ക്ലെൻസ് ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷേ പലർക്കും ലേസിയുമാണ്. മേക്കപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിട്ടിട്ട് കിടന്ന് ഉറങ്ങുക എന്നുള്ളൊരു തെറ്റ് പലരും ചെയ്യുന്നതാണ്. ഒരിക്കലും ചെയ്യരുത്. മേക്കപ്പ് ഇട്ടിട്ട് ഒരിക്കലും കിടന്നുറങ്ങാൻ പാടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഹാംഫുൾ എന്നല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കുമ്പോഴാണ് നമ്മുടെ സ്കിൻ അത് റിപ്ലനിഷ് ചെയ്യുന്ന സമയം. നമ്മുടെ ഓക്സിജൻ ലെവൽസ് സ്റ്റേബിലൈസ് ആവുന്നു, പൊല്യൂഷൻ ഇല്ല, നമ്മൾ മൈൻഡ് കാമായിരിക്കും. ആ സമയത്താണ് നമ്മുടെ സെൽസ് ശരിക്കും റിപ്ലനിഷ് ചെയ്യുന്നത്. ആ സമയത്ത് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ സ്കിന്ന് ക്ലോഗ് ചെയ്യും. അതുകൊണ്ടാണ് പലരും മേക്കപ്പ് ഇടുന്ന ആൾക്കാർ രാവിലെ എണീക്കുമ്പോൾ കുരുക്കൾ കാണുന്നത്. അതുപോലെ തന്നെ മേക്കപ്പ് ഇട്ട് ഇതുപോലെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ക്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ റെജ്യൂവിനേഷൻ നന്നായിട്ട് നടക്കില്ല. അപ്പോൾ എന്താ പറ്റുകയെന്ന് ചോദിച്ചാൽ സ്കിന്നിൻ്റെ കൊളാജൻ ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ പെട്ടെന്ന് ഏജ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എഫക്റ്റീവായിട്ട് മേക്കപ്പ് റിമൂവൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും കറക്റ്റായിട്ട് ചെയ്യാനും അറിയില്ല. പലരും ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ പൈസ ചിലവാക്കണം, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്ന് തന്നെ വളരെ വലിയൊരു ചോദ്യമാണ് പലർക്കും. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരുമ്പോൾ എങ്ങനെയാണ് കറക്റ്റ് പ്രോസസ്സായിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യേണ്ടതെന്നാണ്. ഒരുപാട് ഡിഫിക്കൽട്ടുള്ള കാര്യമൊന്നുമല്ല. ഈ മെത്തേഡിനാണ് പറയുന്നത് ഡബിൾ ക്ലെൻസിങ്. രാത്രി ചെയ്യുന്ന മേക്കപ്പ് റിമൂവലിൻ്റെ പ്രോസസ്സിനാണ് നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നത് ഡബിൾ ക്ലെൻസിങ്. 2 പ്രാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിന് ഫസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് നമ്മുടെ ഓയിൽ വെച്ചിട്ടാണ് നമ്മുടെ സർഫസിലുള്ള മേക്കപ്പ് ക്ലീൻ ചെയ്യേണ്ടത്. മേക്കപ്പ് എന്നുള്ള മാത്രമല്ല, നമ്മുടെ സൺസ്ക്രീൻ നമുക്ക് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ തന്നെ ഈ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ നിങ്ങൾ സൺസ്ക്രീൻ ഇട്ടിരിക്കണം, അത് രാത്രി ആകുമ്പോൾ അത് റിമൂവ് ചെയ്തിരിക്കണം. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പലർക്കും മാർക്കറ്റിൽ വെൻ യു ഗോ ഓൺലൈൻ ഓർ പുറത്ത് കടകളിൽ പോകുമ്പോൾ തന്നെ പലർക്കും മേക്കപ്പ് റിമൂവേഴ്സ് കാണാൻ പറ്റും. മേക്കപ്പ് റിമൂവേഴ്സ് ഇതുപോലെ ഒരുപാട് ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ മേക്കപ്പ് റിമൂവിങ് വാട്ടേഴ്സ് ഉണ്ട് മേടിക്കാൻ, ഐ മേക്കപ്പ് റിമൂവിങ് വാട്ടേഴ്സ് ഉണ്ട് മേടിക്കാൻ. അതുപോലെ തന്നെ ഒരുപാട് ക്ലെൻസിങ് വൈപ്സ് ഉണ്ട്. ഇതുപോലെ ക്ലെൻസിങ് വൈപ്സ് മേടിക്കാനുണ്ട്. പക്ഷേ റെഗുലർ ബേസിസിൽ ഇത് യൂസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ദ ഓൺലി റീസൺ ഇസ് ബിക്കോസ് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട് രണ്ടിനും. അപ്പോൾ ആൽക്കഹോൾ പെർസെൻറ്റേജ് ഉള്ളവർ റെഗുലറായിട്ട് യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ ഡ്രൈ ആക്കാൻ ഭയങ്കര ചാൻസസ് കൂടുതലാണ്. കാരണം ആൽക്കഹോൾ വിൽ ഇവൻച്വലി ഡ്രൈ ഔട്ട് യുവർ സ്കിൻ. അതുകൊണ്ട് ഇങ്ങനത്തെ പ്രോഡക്ട്സ് റെഗുലറായിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കാൻ നല്ലത്. വളരെ ക്വിക്ക് ഫിക്സ് ആയിട്ട് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ചെയ്യണമെങ്കിൽ ശരിയാണ്. നിങ്ങൾ ടയേർഡായി, ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. ബട്ട് നോട്ട് ഓൺ എ റെഗുലർ ബേസിസ്. ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലെൻസ് ചെയ്യുന്നതിൻ്റെ മെത്തേഡ് ഓയിൽ ക്ലെൻസിങ് ആണ്. നമ്മുടെ ഓയിൽ യൂസ് ചെയ്ത് മുഖം കഴുകുന്ന പോലെ വേറെ ഒന്നും നമ്മുടെ പ്രോഡക്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കില്ല. ഓയിലാണ് ഏറ്റവും ഇഫക്റ്റീവ്. പല ഓയിൽസിൻ്റെ പലർക്ക് പല രീതിയിൽ ഓയിൽസ് കംഫർട്ടബിൾ ആണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ കംഫർട്ടബിൾ എങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഒലിവ് ഓയിൽ ആണെങ്കിൽ ഇഷ്ടമെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന നാൽപ്പാമരാതി തൈലം എന്ന് പറഞ്ഞ ഓയിലാണ് ഞാൻ ജനറലി യൂസ് ചെയ്യുക. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ കിട്ടുന്ന വളരെ നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും കിട്ടുന്ന ഒരു സാധനമാണ് നാൽപ്പാമരാതി തൈലം. മഞ്ഞൾ അലർജിയുള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. അതുപോലെ തന്നെ കിട്ടുന്ന ഒരു ഓയിലാണ് ഏലാതി കേരം. ഇങ്ങനത്തെയൊക്കെ കുറേ ഓയിൽസ് മേടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് ഏതാണ് എഫക്റ്റീവ്, നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഓയിൽ ഏതാണ്, അത് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു ഓയിൽ മേടിക്കുക. പിന്നെ ഇങ്ങനത്തെ കോട്ടൺ പാഡ്സ് മേടിക്കാൻ കിട്ടും. ഇങ്ങനത്തെ വട്ടം ഷേപ്പിലുള്ള ഒരുപാട് കോട്ടൺ പാഡ്സ് ഇങ്ങനത്തെ ഓരോ സെറ്റ് 100 എണ്ണം 120 എണ്ണം ആയിട്ട് മേടിക്കാൻ കിട്ടും. ഇത് വെച്ചിട്ട് നമ്മൾ ഓയിൽ എടുക്കുക. ഓയിൽ എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് ഓയിൽ ഇങ്ങനെ സോക്കിൻ ചെയ്യാം. എന്നിട്ട് നമ്മുടെ കണ്ണിൽ മേക്കപ്പ് റിമൂവ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ് ഈ ഓയിലെടുത്ത കോട്ടൺ നമ്മൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ വെക്കുക. കുറച്ച് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് വേണം ഇങ്ങനെ താഴോട്ട് റിമൂവ് ചെയ്യാം. പതുക്കെ താഴോട്ട് റിമൂവ്. ഒരുപാട് വലിക്കരുത്.
നമ്മൾ വളരെ സോഫ്റ്റ് ആയിരിക്കണം. കുറച്ച് നേരം വെക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഈ ഓയിൽ ചെന്നിട്ട് ഈ ഐ ഷാഡോ മസ്കാര ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കും. എന്നിട്ട് വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ റിമൂവ് ചെയ്യാൻ. എന്നിട്ട് ബാക്കിയുള്ള ഓയിൽ, ബാക്കി കോട്ടൺ തിരിക്കുക, ബാക്കി ഓയിൽ എടുക്കുക, മുഖം മുഴുവൻ നന്നായിട്ട് തുടച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ എണ്ണ എടുക്കുക, മുഖത്തും നെക്കിലും ഒന്ന് ജെന്റ്ലി മസാജ് ചെയ്യുക. നമ്മുടെ മൂക്കിൻ്റെ സൈഡ്, നമ്മുടെ വായയുടെ അടുത്ത്, നമ്മുടെ കണ്ണ്, ഐലാഷസിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോൾ തന്നെ ഈ ഉള്ളിലുള്ള പ്രോഡക്റ്റ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അത് ഫുൾ നമുക്ക് ഇനി കഴുകി കളയുമ്പോൾ എളുപ്പത്തിൽ പോരും, ഡീപ്പ് ക്ലീൻ ആവും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് ക്ലെൻസിങ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഓയിൽ മസാജ് ചെയ്തിട്ട് എഗെയിൻ ഒരു ഇതുപോലത്തെ ഒരു ടവൽ, കോട്ടൺ പാഡ് എടുക്കുക. ഇതെല്ലാം ഇങ്ങനെ തുടച്ച് മാറ്റുക. നെക്കിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തുടച്ച് മാറ്റുക. ഓക്കെ, ഈ ഫസ്റ്റ് ഓയിൽ റിമൂവ്, ഈ ഓയിൽ യൂസ് ചെയ്ത് റിമൂവ് ചെയ്യാനാണ് ഫസ്റ്റ് ക്ലെൻസിങ് സ്റ്റെപ്പ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ക്ലെൻസ് ചെയ്യാനാണ്. കാരണം നമ്മൾ ഇങ്ങനെ ക്ലെൻസ് ചെയ്തു പക്ഷെ നമ്മുടെ പോഴ്സ് ഇപ്പോഴും ഡേർട്ടിയാണ്. നമുക്ക് ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യണം. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ചേരുന്ന ഫേസ് വാഷ്, ഏത് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഫേസ് വാഷാണ്, സ്കിൻ ടൈപ്പിന് ഉള്ള ഫേസ് വാഷ് വേണം എപ്പോഴും യൂസ് ചെയ്യാൻ. ആ ഫേസ് വാഷ് എടുത്തിട്ട് ഇളം ചൂടുവെള്ളം, ചൂടാവരുത് തണുപ്പാവരുത്, ഇളം ചൂടുവെള്ളം, ല്യൂക്ക് വോം വാട്ടറിൽ വേണം നമ്മൾ എടുത്തിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് ജെന്റ്ലി മസാജ് ചെയ്ത്, നെക്ക് മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ ക്ലീൻ ചെയ്യാൻ. അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വേണം അതാണ് ഡബിൾ ക്ലെൻസിങ് മെത്തേഡ്. അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ടവൽ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ടിഷ്യൂ വെച്ചിട്ട് പാറ്റ് യോർ സ്കിൻ ഡ്രൈ. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ല ഡീപ്പ് ക്ലീൻ ആവും. അതാണ് നമ്മുടെ ആവശ്യം. മേക്കപ്പ് ചെയ്യുമ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓരോ കട്ട്സ് ആൻഡ് ക്രെവിസസ് വരെ മേക്കപ്പ് റിമൂവ് ചെയ്യാന്നുള്ള. അത് ഓയിൽ പോലെ വേറെ ഒന്നും എഫക്റ്റീവായിട്ട് റിമൂവ് ചെയ്യില്ല. പിന്നെ എന്നിട്ട് മേക്കപ്പ് കുറച്ച് മസ്കാരയോ ഐലൈനറോ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ കോട്ടൺ എടുക്കുക, കോട്ടൺ ബഡ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഓയിലിൽ അതൊന്ന് ഡങ്കിൻ ചെയ്തിട്ട് ഇങ്ങനെ മിററിൽ നോക്കിയിട്ട് ഈ മസ്കാര ഐലാഷസിൻ്റെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഫാൾസ് ലാഷസ് എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ വരയ്ക്കുന്ന ആൾക്കാരാണെങ്കിലും ഇതുപോലെ ബഡ് വെച്ചിട്ട് റിമൂവ് ചെയ്യുക. സോ ഐ ഹോപ്പ് ദിസ് ടിപ്സ് ഹാവ് ബീൻ ഹെൽപ്ഫുൾ ഫോർ യു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ എഴുതി അറിയിക്കുക. ഐ വിൽ സീ യു സൂൺ, വെരി വെരി സൂൺ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. Until then, this is Lakshmi signing off. Ta-ta!